ലേറ്റ് നൈറ്റ് ഒരു ഹോളിവുഡ് സിനിമയാണ്. ലേറ്റ് നൈറ്റ് എന്നുള്ളത് ഒരു ചാനലിലെ പോപ്പുലർ ടോക്ക് ഷോയുടെ പേരാണ് ലേറ്റ് നൈറ്റ്. അത് ഹോസ്റ്റ് ചെയ്യുന്നത് കാതറിൻ ന്യൂബറി എന്ന് പറഞ്ഞൊരു സ്ത്രീയാണ്. അവർ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സ്ത്രീയാണ്. അവരുടെ ടോക്ക് ഷോ കാണാൻ വേണ്ടി ആൾക്കാരിങ്ങനെ കാത്തിരിക്കും. ഒരുപാട് TRP റേറ്റൊക്കെ ഉള്ളൊരു പ്രോഗ്രാമാണ്. അപ്പോൾ അവരുടെ കരിയറിൻ്റെ പീക്കിൽ നിൽക്കുന്ന സമയമാണ്. അവരാണെങ്കിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് അവരുടെ പ്രൊഫഷൻ എക്സലൻസ് ആണ് അവരുടെ ഇത്. അതുകൊണ്ട് തന്നെ കുട്ടികൾ പോലും വേണ്ട എന്ന് വിചാരിച്ചു പോകുന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ ഇവരുടെ ഹസ്ബൻഡിന് പാർക്കിൻസൺ രോഗമാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലാണ് ഇവർക്ക് ഇവരുടെ ഓഫീസിൽ തന്നെയുള്ള ഇവരുടെ സ്റ്റാഫുമായിട്ട് ഇവർക്കൊരു റിലേഷൻ ഉണ്ടാവുന്നത്. ഒരു വൺ നൈറ്റ് സ്റ്റേ, ഒരു സെക്ഷൽ റിലേഷൻ ഇവളെക്കാളും ചെറുപ്പമാണ് അവനായിട്ട് ഉണ്ടാവുന്നു. വൺ ടൈം ഒരു ആക്സിഡൻറ്റ് പോലെ സംഭവിച്ചൊരു കാര്യമാണ്. അതങ്ങനെ സംഭവിച്ചിട്ട് കുറച്ചധികം നാൾ കഴിഞ്ഞു. പക്ഷെ ഒരു ദിവസം എങ്ങനെയോ ഈ പയ്യൻ ആർക്കോ വിട്ട് ഇമെയിൽ പുറത്തായി, ലീക്കായി. അത് ലോകം മുഴുവൻ അറിയാണ്. അവളുടെ കരിയറെ ബാധിക്കുന്ന കാര്യമാണ്, ഭയങ്കര സംഭവമാണ്. അവൾ അപ്സെറ്റ് ആവുന്നുണ്ട്. പക്ഷെ അവൾ ഏറ്റവും കൂടുതൽ അപ്സെറ്റ് ആവുന്നത് അവളുടെ ഹസ്ബൻഡിനോട് എന്ത് മറുപടി പറയും. അവൾ ഭയങ്കര സങ്കടമായിരുന്നു. ഹസ്ബൻഡിനോട് ഇവൾ വലിയ ചതി ചെയ്തൊരു ഇതാണ് അവൾക്ക്. എങ്ങനെ അതത് ഫേസ് ചെയ്യും എന്നുള്ളതാണ് വിഷയം. ആ സമയത്താണ്, അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് അവൾക്ക് മൊബൈലിൽ ഒരു ടെക്സ്റ്റ് മെസ്സേജ് വരുന്നത്. ഹസ്ബൻഡിൻ്റെ മെസ്സേജാണ്, ഐ വോണ്ട് ടു സീ യു, എനിക്ക് നിന്നൊന്ന് കാണണം എന്ന് പറഞ്ഞു. അവൾ ഭയങ്കര പേടിച്ചാണ് ഹസ്ബൻഡിൻ്റെ അടുത്തോട്ട് പോകുന്നത്. ഹസ്ബൻഡിൻ്റെ അടുത്ത് പോകുമ്പോൾ ഹസ്ബൻഡ് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. എന്നിട്ട് അവസാനം പറയുന്നൊരു കാര്യം എങ്ങനെയുണ്ട്, എടീ നീ ചെയ്ത ഒരു തെറ്റിൻ്റെ പേരിൽ നമ്മൾ ഒരുമിച്ച് ചെയ്ത 1000 മനോഹരമായ കാര്യങ്ങൾ എനിക്ക് മായ്ച്ചു കളയാൻ പറ്റില്ല. നീ ചെയ്ത ഒരു തെറ്റിൻ്റെ പേരിൽ നമ്മൾ ഒരുമിച്ച് ചെയ്ത 1000-ഓളം മനോഹരമായ കാര്യങ്ങളെ എനിക്ക് മായ്ച്ചു കളയാൻ പറ്റില്ല. സോ 1:1,000,000. 1:1,000,000 എന്ന റേഷ്യോയിൽ ഇനിയുള്ള ജീവിതം എന്നോട് കൂടി ജീവിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. നിനക്ക് ആഗ്രഹമുണ്ടോ? ഇവള് പൊട്ടിക്കരഞ്ഞിട്ട് ഇയാളൊന്ന് ചേർത്ത് പിടിച്ച് സോറി പറയുന്നുണ്ട്. കുറ്റപ്പെടുത്താതെ കൂടെ നിൽക്കാൻ പറ്റുന്നുണ്ടെന്നോ? തെറ്റുപറ്റത് ആരാ? എലിസബത്തിനെ നോക്കുമ്പോൾ നമുക്കത് കാണാൻ പറ്റും. എലിസബത്തിനെ കാണാൻ വേണ്ടി മറിയം വരുമ്പോൾ എലിസബത്ത് മറിയത്തോട് ഇങ്ങനെ ചോദിച്ചില്ല, എന്ത് പണിയാടി പെണ്ണെ നീ കാണിച്ചേ എന്ന് ചോദിച്ചില്ലല്ലോ. സന്തോഷിച്ചു എന്ന് പറയാം. അവർ സന്തോഷിച്ച് അവളെ വാഴ്ത്തുന്നുണ്ട്. കാരണം അത് ദൈവത്തിൻ്റെ കുട്ടിയാണെന്ന് എലിസബത്തിന് അറിയാം. കുറ്റപ്പെടുത്താതെ കൂടെ നിൽക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. പലപ്പോഴും നമ്മുടെ ഏറ്റവും അടുത്ത ആൾക്കാരൊക്കെ എന്തോരം കാര്യങ്ങൾ, എന്തോരം നന്മ നമുക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു ചെറിയ വീഴ്ച വന്ന് നമ്മൾ കംപ്ലീറ്റ് അവരെ കട്ട് ഓഫ് ചെയ്യും. എത്ര വർഷത്തെ ബന്ധമാണ് നമ്മൾ ചെറിയ തെറ്റിൻ്റെ പേരിൽ സ്റ്റോപ്പ് ചെയ്തെന്ന് പറയാം. നമ്മുടെ പ്രശ്നം എന്താണെന്നറിയാമോ? നമ്മൾ വ്യക്തികളെയാണ് ഫോക്കസ് ചെയ്യുന്നത്. വി ആർ നോട്ട് ഫോക്കസിങ് ഓൺ ദ പ്രോബ്ലം. പ്രശ്നങ്ങളെ ഫോക്കസ് ചെയ്യണം. വ്യക്തിയെ ഫോക്കസ് ചെയ്യരുത്. അവരെ ഹരാസയിലല്ല പ്രധാനപ്പെട്ട, അവരെ കുറ്റപ്പെടുത്തലല്ല. തെറ്റുകൾ സംഭവിക്കുന്നുണ്ട്. നമ്മൾ വ്യക്തികളെ ഫോക്കസ് ചെയ്യാതെ പ്രശ്നങ്ങളെ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മുടെ റിലേഷൻസ് കുറേയും കൂടി സേഫ് ആവും, സുരക്ഷിതമാവും. സോ ഫോക്കസ് നോട്ട് ഓൺ ദ പേഴ്സൺ ബട്ട് ഓൺ ദ പ്രോബ്ലം. കുറ്റപ്പെടുത്താതെ കൂടെ നിൽക്കുക.